ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വിഷുവൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്കൊരു കണിക്കൊന്ന ഡിസൈന് സിമ്പിളായിട്ടൊന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് വരച്ചെടുത്തതാണ്. അല്ലെങ്കിൽ ഞാൻ 3 കളറുള്ള ത്രെഡാണ് എടുക്കുന്നത്, യെല്ലോ, ഗ്രീന്, അപ്പം ഗോൾഡ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കാർബൺ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് അത് വരച്ചെടുക്കണം. വരച്ചെടുത്തിട്ടാണ് അറിയുന്നവർക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇതില്ല, അപ്പോൾ ഞാൻ വരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഔട്ടർ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. യെല്ലോ കൊണ്ട് ഫ്ലവറാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ആ ഡിസൈനിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അത് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഫില്ല് ചെയ്യുക. അപ്പം എനിക്ക് ജസ്റ്റ് വീട്ടിലിടാൻ വേണ്ടിയിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പം ഞാൻ എന്ത് ഡിസൈൻ ചെയ്യാമെന്ന് കരുതിയപ്പോൾ ഞാൻ കരുതി എന്നാൽ കാണിക്കുന്ന ഡിസൈന് കൊടുക്കാം എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്തെടുക്കണം, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഫില്ല് ചെയ്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഔട്ടറായിട്ട് ഒരു ലൈന് പൂവും വേണം കേട്ടോ. എന്നാലാണ് കേട്ടോ ഒരു ഫിനിഷിങ് കൂടിയും കിട്ടുള്ളൂ. ചിലത് മെഷീൻ എംബ്രോയിഡറി ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, ചിലത് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി കിട്ടണമെന്നില്ല കേട്ടോ. കൈ കൊണ്ട് ചെയ്യുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫൈനലി ഞാൻ ഗ്രീന് വെച്ചിട്ട് അതിൻ്റെ ഇതൊക്കെ കൊടുക്കുക കേട്ടോ, ലീഫും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. നല്ല ലൈറ്റ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ലൈനേ പോയിട്ടുള്ളൂ, ജസ്റ്റ് ഒരു ലൈന് പോയിട്ട് രണ്ടാമത് ഒരു ലൈന് പോകുന്നുണ്ട് കേട്ടോ. കട്ടിയിൽ കൊടുത്തില്ല, രണ്ടാമത് ഒരു ലൈന് പോയിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിലും ജസ്റ്റ് ഇങ്ങനെ ഒരു പച്ചയുടെ ഒരു ഫിനിഷിങ് ചെറുതായിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു എക്സ് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ബൈ.